ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് നുറുക്ക് വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു ലഡു ആയിരിക്കും ഇത്. അപ്പോൾ ഗോതമ്പ് നുറുക്കൊക്കെ ഇഷ്ടപ്പെടാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഗോതമ്പ് നുറുക്കാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം നമുക്ക്. അപ്പോൾ നന്നായിട്ട് തന്നെ കഴുകി എടുത്തിട്ടുണ്ട്. ഇതൊരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് അതിലോട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നെയ്യ് നന്നായി ചൂടായതിനു ശേഷം നമുക്കിതിലോട്ട് നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് നുറുക്ക് എടുത്തിട്ട് കൊടുക്കാം. എന്നിട്ട് 2-3 മിനിറ്റോളം ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഗോതമ്പ് നുറുക്ക് ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആവുന്ന സമയമാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്യുക. എന്നിട്ട് അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. അപ്പോൾ അത് ചെറുതായിട്ട് കളർന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇതൊന്ന് ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുക്കറിലോട്ടാണ്. അപ്പോൾ കുക്കറിലോട്ട് ഞാൻ 1.25 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് റവക്ക് 1.25 കപ്പ് വെള്ളം, പിന്നെ 1 കപ്പ് പഞ്ചസാര, ഒരു പിഞ്ച് ഉപ്പും, പിന്നെ 2-3 ഏലക്കായ് ചതച്ചതും, പിന്നെ കുറച്ചിട്ട് കളറിന് വേണ്ടിയിട്ട് ഓറഞ്ച് ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അതേപോലെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ അടുത്ത് നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നട്ട്സ് ഒന്നും ചേർത്ത് കൊടുത്തില്ലെങ്കിലും ടേസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു റവ കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ തിള വരുന്ന സമയത്ത് വേണം ഇതിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വെള്ളം ഇതിലൊഴിച്ചിട്ട് അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് വേണം ഈ ഒരു ഗോതമ്പ് നുറുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു 4 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ 4 വിസിൽ വന്നിട്ടുണ്ട്. ഞാൻ അതിന് ശേഷം ഇത് ഓപ്പൺ ആക്കുന്നതാണ്. അപ്പോൾ നമ്മളെ ഗോതമ്പൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഞാനിതൊന്നും കൂടെ ഒന്ന് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിലാകാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാനിലോട്ട്, നമ്മൾ നേരത്തെ വറുത്ത ആ ഒരു ഫ്രൈ പാനിലോട്ട് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 2-3 സെക്കൻഡ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടെ വെള്ളം ഒന്ന് വറ്റി കിട്ടും. അപ്പോൾ എന്നാലാണ് നമുക്ക് ആ ഉരുട്ടിയാൽ ആ കറക്റ്റ് സ്ട്രക്ചറിൽ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് ലൂസ് പോലെ ഉണ്ടാവും. എന്നിട്ട് നമുക്ക് ഇതേപോലെ ലഡുവിൻ്റെ ഒരു ഷേപ്പിലൊന്ന് ഉണ്ടാക്കിയെടുക്കാം. വേണമെങ്കിൽ കുറച്ച് മുന്തിരിയോ അണ്ടിപ്പരിപ്പൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഇപ്പോൾ വീട്ടിൽ ഗോതമ്പ് നുറുക്കുണ്ടെങ്കിൽ എന്തായാലും ഇന്നൊന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ കഴിയുകയും ചെയ്യും. കുക്കറിലായതുകൊണ്ട് തന്നെ വേവിക്കാൻ കുറച്ച് ടൈമൊന്നും പിടിക്കുന്നില്ല, പെട്ടെന്ന് തന്നെ ആയി കിട്ടുകയും ചെയ്യും. അപ്പോൾ എന്തായാലും നമ്മൾ വൈകുന്നേരത്തെ ചായക്കടിക്കൊക്കെ ഇത് ഒരു നല്ലൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.